അപ്പൊ എന്താണ് ഇന്നും രണ്ടുപേർക്കും പരിപാടിയൊന്നുമില്ലല്ലേ? അയ്യോ ഇന്ന് ഇല്ല, പരിപാടിയൊന്നുമില്ല. എന്താണ് നിന്റെ പരിപാടി? എന്താണ്? അല്ല എനിക്കിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. എനിക്കിന്ന് ഈ ഗെയിമിലൊരു തീരുമാനം ഉണ്ടാക്കണം. അതുകളാ അവൻ വരും. നിന്റെ പ്ലാൻ എന്താണെന്ന് നീ പറ. എനിക്കെന്ത് പ്ലാൻ? ധൈര്യമായിട്ട് പറയടാ. നിന്റെ പ്ലാൻ ഇങ്ങനെ എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിലും ഞങ്ങൾ കൂടെ വെക്കും അല്ലേ? അത് തന്നെ എന്റെ പ്രശ്നം. അതെന്താ നിന്റെ എന്ത് കാര്യത്തിന് ആൾക്കാർ കൂടെ നിൽക്കുന്നതാണോ നിന്റെ പ്രശ്നം? അത് നല്ലല്ലേ? അങ്ങനെയല്ലടാ, ചില സമയത്ത് ആളുകൾ കൂടെ ഉള്ളതും പ്രശ്നം. നീ ആ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഡയലോഗ് അതൊന്ന് പറഞ്ഞോ. ലാസ്റ്റ് വളച്ചു കെട്ടില്ലാതെ കാര്യം പറയടാ. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ്. കഷ്ടം? അവൻ്റെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. ചുമ്മാ അതല്ല. അവൻ്റെ വീട്ടുകാരാണെങ്കിൽ ഏത് നേരവും അവൻ്റെ അവളുടെയും കൂടെയാണ്. എന്നാൽ അവര് ഭാര്യയും ഭർത്താവുമാണ്. അവർക്ക് കുറച്ച് പ്രൈവസി വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളും ആ വീട്ടിലില്ല. എന്തൊരു വീടാണത്? അല്ല, ഉപകാരം ചെയ്തില്ലെങ്കിലും ശല്യം ചെയ്യായിരുന്നല്ലേ? കറക്റ്റ്. ശല്യം ചെയ്യാതിരിക്കാമല്ലോ. പിന്നെ മനുഷ്യന്മാരായ കുറച്ചൊക്കെ ബോധം വേണ്ടേ? അല്ല, അവര് ഹണിമൂണിനൊന്നും പോയിട്ടില്ല. ഹണിമൂണിന് ഇവിടെ എന്ത് പ്രസക്തി? ഹണിമൂണിനൊക്കെ അവരിപ്പോ എപ്പോഴെങ്കിലും പോട്ടെ. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അവർക്ക് വീട്ടില് പ്രൈവസി ഇല്ലല്ലോ. എന്താറിയോ, വീട്ടിലുള്ള ആൾക്കാർ കോമൺ സെൻസ് ഇല്ലെങ്കിലേ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എനിക്കനുഭവമുണ്ട്. വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒന്ന് പുറത്തു പോവോ? അതുമില്ല. ഏതു നേരം അവിടെ തന്നെ കുത്തിയിരിക്കും. അപ്പൊ എന്താ ചെയ്യാ? അല്ല, അത് അവര് ചില ആവശ്യങ്ങൾക്ക് പുറത്തു പോകാറില്ലേ? ചില ആൾക്കാർ പോകില്ലടാ, അതും പോകില്ല. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ ഈ പറയുന്ന പയ്യനാണ് വീട്ടിലെല്ലാ ചെലവുകളും നോക്കുന്നത്. അപ്പോ അതുമല്ല, എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചേ വണ്ടാറടങ്ങുള്ളൂ. അപ്പൊ എന്താ ചെയ്യാ? എടാ, ഇനിയിപ്പോ ഇൻ കേസ് അവർക്ക് അത്ര ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നീ അവരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇവിടെ ആകുമ്പോൾ ആവശ്യത്തിന് ഫ്രീഡം ഉണ്ടല്ലോ അല്ലേ? ഇനി വേണ്ടി വന്നാൽ നമ്മൾ അവരെ ചെല്ലും ചെലവും കൊടുത്ത് പോറ്റുകയും ചെയ്യും. നമ്മളെന്ന് വെച്ചാ നമ്മള് അല്ലേ? ശരിയാ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. ഇല്ല, അതാണ് ശരിയാ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു പ്ലാൻ ഉണ്ട്. പുറത്തു പോവാൻ. എങ്ങോട്ടാ? ഞാൻ റെഡി. അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ളിടത്തേക്ക് ഒന്ന് കറങ്ങാനാണല്ലോ. ഞാനൊരു ഐഡിയ പറയാം. നമുക്ക് ഒരു സിനിമയ്ക്ക് പോവാം. സിനിമയൊന്നും എനിക്ക് താല്പര്യമില്ല. വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. മൂവി വേണ്ട. മീനു, നീ പറ ഒരു ഐഡിയ. നിങ്ങൾ എങ്ങടാ പ്ലാൻ ചെയ്യും? ഞാൻ റെഡിയാ എന്തിനും. എടാ മീനു, നിനക്കപ്പോ ഒരു ഓർമ്മയില്ലല്ലേ? ഒന്ന് ഓർത്തോക്കേ. എന്ത്? നമ്മളെ ആരെങ്കിലും ഇന്ന് ലഞ്ചിന് വിളിച്ചിട്ടുണ്ടോ? എടാ നീ ഒന്ന് ഓർത്തോക്ക്. ഇന്നലെ നമ്മളവിടെ ടെറസിന്റെ മുകളില്. ടെറസിന്റെ പുറത്ത് വന്ന് വിളിച്ച? അല്ല, ഫോണിലപ്പോ ലഞ്ചല്ലേ? അയ്യോ, ഞാനത് മറന്നുപോയി. എന്നാ പോയി റെഡിയാവും. അതിന്റെ ഇടയിലാണോ ഉള്ള ഔട്ടിംഗ് ഒക്കെ? സോറി ഡി, ഞാൻ മറന്നുപോയി. വാ വാ വാ. ഞാൻ വരുന്നില്ല, പോയിട്ട് വാ. നീ എനിക്ക് നെയിൽ പോളിഷ് ഇട്ട് തരാന്ന് പറഞ്ഞാലേ. ബാ, നെയിൽ പോളിഷ് ഇട്ട് തരാം. പോയിട്ട് ഞാനൊന്ന് പോയിട്ടൊന്ന് റെഡി ആവട്ടെ, ലേറ്റ് ആവും. നീ എങ്ങോട്ടാണ്? എടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലടാ ആ ഒരു ഫ്രണ്ടിന്റെ വൈഫിന്റെ കാര്യം, പ്രശ്നമൊക്കെ അവരുടെ വീട്ടില്. അവിടെ കാണെങ്കിലേ നീ ഞാൻ പറഞ്ഞ കാര്യം അവരോടൊന്ന് പറയട്ടോ. ഞാൻ ചോദിക്കാം, വേണമെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. കൊണ്ടുവരണം. അത് ശരിയാക്കാം. ചെല്ലട്ടെ. കൊണ്ടുവന്നില്ലെങ്കിലാണ് കേട്ടാ. മനസ്സിലായില്ലേ? പ്ലാൻ പറടാ. നീയല്ലേ പറഞ്ഞ പ്രിയ ചേച്ചിയുടെ കഫേയിൽ വന്ന ഐഡിയ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരുന്നു. എന്തെങ്കിലും പറ. പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യാറില്ല. അതിങ്ങനെ വരണം. അത് എപ്പോൾ വരും എന്നാണ് ഞാൻ ചോദിച്ചത്. വരും, ഇറ്റ് ഡിപ്പെൻസ്. എൻ്റെ പൊന്നളിയാ വിട്ടേക്ക്, ഞാനൊന്നും ചോദിച്ചില്ല. ഈ ബുദ്ധി കൂടിപ്പോയാലും പ്രശ്നമാണെന്ന് പണ്ട് ആൾക്കാർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായത് നിന്നെ കണ്ടപ്പോഴാണ്. ഓൾഡീസ് അങ്ങനെ പലതും പറയാറുണ്ട്. അതൊക്കെ നിന്നെ പോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വിളിച്ച് പറയാൻ താല്പര്യമില്ല. ശരി, ഇതെപ്പോഴും പാലിക്കണം. എന്താ സംഭവം? എനിക്ക് കൂടി കേൾക്കാൻ പറ്റുമോ? വേണ്ട കുട്ടി, ഇവൻ ചില നേരത്തെ പറയുന്ന കാര്യങ്ങളെ കേൾക്കാതിരിക്കാൻ നല്ലത്. ചീപ്പാണ്. ആണ്. ആരുടെ ചീപ്പ്? നീ തന്നെ ചീപ്പ്. എന്താ ചീപ്പ്? ചീപ്പ് നിന്റെ. വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്.
നീ ഇവിടുന്ന് തുടങ്ങിക്കോ മൂഡ് സിനിമ- കളയാനായിട്ട്. സിനിമയ്ക്ക് പോകാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ പറ്റില്ല ഇപ്പോഴും ആലോചിക്ക. ആ ആലോചന വിട്ടേക്ക്, താല്പര്യമില്ല. അതെ ആ. സിനിമയ്ക്ക് പോകാനായിട്ടേ ആ. ഒരു മൂഡ് തോന്നുന്നില്ല. എന്നാ മോഡുള്ളൊരു ഐഡിയ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഡിയാജി, എന്താണ് മൂഡിലാന്നല്ലേ? അതല്ല ഇങ്ങോട്ട് നോക്കിയേ. ഇൻസ്റ്റാഗ്രാം ഇത് സാമ, അവര് പൊളിച്ചല്ലേ? നോക്കിയേ. ആ കൊള്ളാല്ലേ? നൈസ്. അവര് പൊളിച്ചു. നൈസ്. അവര് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യണം. ആ. നമുക്ക് നല്ല അസല് പ്ലാൻസ് ചെയ്യണം. നല്ല സൂപ്പർ ഡിഫറെന്റ് പ്ലാൻസ്. ആ. എന്തെങ്കിലും പ്ലാൻ ചെയ്യും ബോയ്സ്. എനിക്ക് ഈ ബാങ്കോക്ക്, തായ്ലൻഡ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ബിസിനസ് ട്രിപ്സ് ഒക്കെ പോലുള്ള പ്ലാൻസ് വരും. ലോക്കൽ പ്ലാൻസ് ഒന്നും ശരിയാവില്ല സാമേ. പ്ലാനൊക്കെ കൊള്ളാം, പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ നല്ല കാശ് വേണം. നിന്റെ പപ്പ കൊണ്ടുവരുമോ കാശ്? തരോടാ, എനിക്ക് തരും. നിനക്കും വേണം, ഞാൻ ചോദിച്ചു നോക്കാം. ചോദിച്ചു തന്നാലോ? നിനക്ക് എത്ര വേണം? ഇനി പതുമ പിടിച്ച് കയറല്ലേ, അവരവിടെ തകർത്തോണ്ടിരിക്ക, നമുക്ക് തകർക്കണ്ടേ? വേണം. ഐ ഹാവ് എ പ്ലാൻ. അവര് പോയതിനേക്കാൾ നല്ല റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോകുന്നു. അവരെടുത്തതിനേക്കാൾ നല്ല ആംഗിളിൽ ഫോട്ടോസ് നമ്മൾ എടുക്കുന്നു. യെസ്. അതിനേക്കാൾ നല്ല ഫിൽറ്റർ ഇട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് മാത്രം തീരുമാനിക്കണം. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ഞേട്ടാ, നല്ല ഗുഡ് ഐഡിയ. ഇതാണോ പ്ലാൻ? കൊള്ളൂലേ? അതെ, എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടി. എന്താണ്? ട്രക്കിങ്ങിന് പോയാലോ? ട്രക്കിംഗ്? ഈ പൊരി വെയിലത്തുണ്ടല്ലോ, ബംഗാളികളെ പോലും പുറത്തിറക്കരുതെന്നാണ് കലക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ മലകയറ്റം. എന്താ എല്ലാരും കൂടി ഒരു ഗൂഢാലോചന? കൊറേ നേരം ആയല്ല. ചേച്ചി, ഞങ്ങള് ഭയങ്കര കൺഫ്യൂഷനിലാ. എന്ത് കൺഫ്യൂഷൻ? അതെ, ഞങ്ങൾ വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോൾ ഇറങ്ങിയതാ. കാശിരവില്ലാത്ത ഒരു എന്റർടൈൻമെന്റ് ഐഡിയ വേണം. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മാരക ഐഡിയും ചേച്ചിയുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. വെറുതെ അവരെ ചോദ്യം ചെയ്ത സമയങ്ങളുണ്ട്. നമുക്ക് സിനിമയ്ക്ക് പോവാം. അതെന്താടാ നിനക്കൊരു പുച്ഛം? ചേച്ചി, അത് മൈൻഡ് ചെയ്യണ്ട. അവന്റെ ട്രേഡ് മാർക്ക് ഈ പുച്ഛം. ചേച്ചി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയും. അതെ, നമ്മൾ മൈൻഡ് റിലാക്സ് ചെയ്യാനാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങണത്. അതെ. അതാണ് ബിസിനസ്സുകാരുടെ സമയവും. അവർ ഈ സാധനങ്ങളൊക്കെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന കാശ് ഉണ്ടാക്കാനാ അല്ലേ? നമ്മൾ ഇതൊന്നും അറിയാണ്ട് കുറെ കാശും പൊടിച്ചോണ്ട് വരും. പിന്നെ ആലോചിക്കുമ്പോഴാണ് വിചാരിക്കണേ ഇതിനല്ലല്ലോ നമ്മൾ പോയെന്ന്. അല്ലേ? എന്താ വെച്ചാൽ അങ്ങനെ പറയണേ? ബിസിനസ്സുകാർക്ക് ജീവിക്കണ്ടേ? ഡാഡാ, നീ ആദ്യം ഒരു നല്ല ബിസിനസ്സുകാരനാവും, എന്നിട്ട് മതി ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യാൻ. ചേച്ചി, അതല്ല, എന്താ അറിയോ, ഇപ്പോൾ ഒരു 9 to 5 ഓഫീസിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാണ് ബോറടിക്കുന്നതിനെ മനസ്സിലാക്കാം. ഇതിപ്പോൾ ഞങ്ങൾക്കിഷ്ടമുള്ള ജോലി ഞങ്ങളുടെ സൗകര്യത്തിന് ചെയ്തിട്ട് ബോറടിക്കുക എന്ന് വെച്ചാൽ എന്തൊരു കഷ്ടമാണത്. എന്റെ രാഹുൽ ദ്രാവിഡെ, നിനക്കൊക്കെ എപ്പോ വേണമെങ്കിലും ഫ്രീ ആവാം. സ്ഥിരം ജോലി ചെയ്യുന്നവരുടെ കാര്യം അങ്ങനെയല്ല. കഷ്ടം. അവർക്ക് ഈ ജോലി സമയം കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയത്താണ് അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യണത്. പിന്നെ അവർക്ക് ബോറടിക്കാൻ എവിടെ സമയം? മനസ്സിലായ? പിന്നെ നിങ്ങളെപ്പോലത്തെ ഒരു ലൈഫാണ് എല്ലാരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ടെന്താ, കുറെ പൈസ പൊടിച്ചാലാണ് എന്റർടൈൻമെന്റ് കിട്ടുന്നതാണ് ഇന്നത്തെ നിങ്ങളുടെ തലമുറയുടെ ധാരണ. ശരിയല്ലേ? അതാണ് നിങ്ങളുടെ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ പൈസ ഒന്നും ചിലവില്ലാതെ കൊച്ചിയിൽ നല്ല എന്റർടൈൻമെന്റ് കിട്ടുന്ന ഒരു ഐഡിയ ചേച്ചി പറ. ധനനഷ്ടമില്ലെങ്കിൽ മാനഹാനിയെങ്കിലും ഉണ്ടോ? അതെ, നമ്മുടെ വീടിന്റെ പുറയിൽ ഒരു കായലില്ലേ, അതിന് നിങ്ങൾക്ക് അവിടെ പോയി ഇരുന്നൂടെ? എന്തിന്? അവിടെ എന്തൊരു കാറ്റാണെന്ന് അറിയാമോ? കാറ്റ്. വേണമെങ്കിൽ ഫിഷിംഗ് നടത്താം. ഫിഷിംഗ്? സൂപ്പർ ഐഡിയ. എനിക്ക് പിന്നെ മീനുകളിൽ നിന്ന് പോലും കഥാപാത്രങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. അപ്പൊ ഫിഷിംഗ് ഫിക്സ്ഡ്. അടിപൊളി, സൂപ്പർ ഐഡിയ ചേച്ചി. ഇതുപോലൊരു ഐഡിയ ആണ് ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെന്താ പറയാത്തത്? ഉദ്ദേശിച്ചെന്നല്ല പറഞ്ഞില്ലല്ലോ. താങ്ക് യു ചേച്ചി. അല്ല, നിങ്ങൾക്ക് ഫിഷിംഗ് അറിയോ? ഫിഷിംഗ് സിമ്പിൾ അല്ലേ? അതെ, നല്ല മീൻ വല്ലതും കിട്ടിയാൽ കൊണ്ടു തന്നേക്ക്, ഞാൻ ശരിയാക്കി തരാം. Sure. ഷുവർ. അപ്പൊ ഗൈസ്, get ready, we are going for fishing. എന്താണ് അവി, വാ നമുക്കൊരു സെൽഫി എടുക്കാം. വാ. കൊള്ളാലേ? അവി, നീ നെക്സ്റ്റ് എന്താ പരിപാടി? നല്ല ഉറക്കം തന്നെ, നമുക്ക് വീട്ടിൽ പോയാലോ? അത് നീ കൊറേ ഫുഡ് കഴിച്ചിട്ടാ, നിനക്ക് ബോറടിക്കണ്ടല്ലേ? അതല്ല, ഞാനിതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നിനക്ക് ബോറടിക്കണ്ടോ? പിന്നെ ബോറടിക്കാണ്ടിരിക്കാൻ നീ ചത്ത പോലെയല്ലേ നടക്കണേ? ആഹാ, എന്നാ വാ, നല്ല എനർജിയിൽ അടക്കാം. അയ്യോ വേണ്ട, ഞാൻ നിന്റെ ഉറക്കം പോവാൻ വേണ്ടി പറഞ്ഞതാ. എന്റെ കാല് കഴിച്ചിട്ട് വയ്യ. എന്നിപ്പോ എന്താ ചെയ്യണ്ടേ? വീട്ടിൽ പോണം? വീട്ടിൽ പോണ്ട, നമുക്ക് ഇപ്പൊ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുക. മതി.
ഇരുന്നാ മതി, ബാ. ആക്ച്വലി ഇപ്പോഴത്തെ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആകെ ഇത്രയൊക്കെ ഉള്ളൂ. എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോവുക, പിന്നെ കുറേ കാശ് പൊട്ടിക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുക, കഴിഞ്ഞ്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കൂടെ ഒരു അടിപൊളി കപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കൊന്നുമില്ല. നീയല്ലേ പറഞ്ഞു ഒറ്റയ്ക്ക് പോയാൽ മതി എന്ന്, എന്നിട്ട് ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത്? അങ്ങനെയല്ല, കുറേ നേരം കഴിയുമ്പോൾ കുറച്ച് ബോറടിക്കുമല്ലോ. അവരെ 3 നേരം മിസ് ചെയ്യുന്നുണ്ടല്ലേ? അവരെ മിസ്സൊന്നും ആവണില്ല, നമ്മൾ ഈവനിങ് കാണുമല്ലോ. ശേ, 3 എവിടെയെങ്കിലും ബോറടിച്ചിരിപ്പുണ്ടാവും. നോക്ക്, അവര് തകർക്കാണ്. എടാ ഭീകരന്മാരെ, ഇവരടിച്ചു പൊളിച്ചല്ല. എടാ എടാ നമുക്ക് അവരെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയാലോ? ആക്ച്വലി നമ്മൾ കാലത്ത് ചാടിപ്പോന്നതല്ലേ, ഇപ്പം അങ്ങോട്ട് ഓടിച്ചെന്നാൽ ശരിയാവുമോ? ശരിയാണ്. ശേ, അവരുടെ ഒപ്പം പോയാൽ മതിയായിരുന്നു. അങ്ങനെയല്ല, ആക്ച്വലി അവർക്ക് നമ്മുടെ കൂടെ വരണം, എന്നിട്ട് തകർക്കണം എന്ന് തോന്നണം. അതിനൊരു പ്ലാൻ ചെയ്യണം. ഈ ഉറക്കം വന്നിരിക്കുന്ന സമയത്ത് എന്ത് പ്ലാൻ ചെയ്യാനാണ്? അതൊക്കെ നടക്കും. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് മെല്ലെ പ്ലാൻ ചെയ്തൊക്കെ പോയാൽ മതി. ഹാ, മെല്ലെ എന്ന് പറഞ്ഞാൽ നല്ല കുറച്ച് മെല്ലെ ആയിക്കോട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ പ്ലാൻ. ആ, നീ നന്നായിട്ട് ആലോചിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അതിൻ്റെ ഇടയിൽ ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നീ ആലോചിക്കാതിരിക്കരുതേ. ഓ ശരി മാഷേ. ഇതിപ്പോ കൊറേ നേരമായല്ലോ, ഒരു മീനിനെ പോലും കിട്ടിയിട്ടില്ല ഇതുവരെ. ഛെ. ഇവനല്ലേ ഫിഷിങ് അറിയാന്ന് പറഞ്ഞത്? ആദ്യം ഇവനൊന്നിനെ പിടിച്ച് കാണിക്കട്ടെ. ഞാൻ ആ ഭാഗത്തായിട്ട് വലിയൊരു മീനിനെ നോക്കി വെച്ചിട്ടുണ്ട്. ചെറുതൊന്നും ഞാൻ പിടിക്കില്ല. ദേ, രണ്ടാളോടും കൂടി ഞാൻ ഒരു കാര്യം ഇങ്ങോട്ട് പറയാം. ഇത്ര നേരമായിട്ട് ഒരു മീനിനെ പോലും പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാട്ടാ. മീൻ ഞാൻ പിടിക്കും. അപ്പോൾ അവന് DIG സംഭവമാണ്. DIG പോലെ ചൂണ്ടിടണം, മീൻ പിടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വരരുത്. അങ്ങനെ എന്തായാലും പറയില്ല. അത് കാരണം നീ പിടിക്കാതിരിക്കണ്ട. പിടിച്ചോ. എന്നാ ഓക്കെ. DIG, ഈ വാശിക്ക് ഒരു വലിയ മീനെ പിടിച്ചോണ്ട് കാണിച്ചു കൊടുക്ക്, ഞങ്ങൾ ഞെട്ടട്ടെ. ഞെട്ടിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടാ. ഇതൊരു വെയിൽ. കുറച്ച് നേരം കൂടി ഞാൻ നോക്കും. മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി മതിയാക്കും. വെയിൽ കൊണ്ടൊരു വഴിക്കായി. അത് മാത്രല്ല, ഒച്ചയും ബഹളൊന്നും ഇല്ലാണ്ട് ഒരു രസമില്ല. നീയല്ലേ നേരത്തെ പറഞ്ഞ നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ശാന്തത എന്നൊക്കെ. എന്താണെങ്കിലും കുറച്ച് നേരമൊക്കെ ഓക്കെ. ഇപ്പോൾ കുറേ ആയി, മടുത്ത്. ഞാൻ നിങ്ങൾക്കെന്ത് തോന്നുന്ന രീതി പറയായിരുന്നാണ്. എൻ്റെ കഴുത്തൊക്കെ ചെറുതായി വേനിച്ചു തുടങ്ങിയത്. പിന്നെ ഒരു ചൂണ്ട കംപ്ലൈൻ്റ് ആണ്. ചൂണ്ടയ്ക്ക് എന്താ പറ്റിയേ? എനിക്ക് മീൻ കിട്ടുന്നില്ല, സാധാരണ ചൂണ്ട കംപ്ലൈൻ്റ് ആയിരിക്കും. ഛേ, ഈ ഫിഷിങ് ഇത്രയ്ക്ക് ബോറടിക്കണ പരിപാടിയാന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ആ, അടുത്ത ആൾ. ഫിഷിങ് ബോറടിക്കുന്ന പരിപാടിയായിട്ടൊന്നുമല്ല, നമുക്ക് ഈ പരിപാടി മര്യാദയ്ക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എനിക്ക് വിശക്കുന്നുണ്ട്. ആ പ്രീ ചേച്ചി ഒറ്റൊരാളാണ് ഇതിനൊക്കെ കാരണം. മര്യാദയ്ക്ക് വല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവിടെ വയറും വിശന്നു. അത് ശരിയാട്ടാ, അവരിപ്പോഴും അവിടെ അടിച്ചു പൊളിക്കുണ്ടാവും. അല്ല, നമ്മളും ഫോട്ടോ എടുത്ത് എന്തോ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അതിൻ്റെ അവസ്ഥ എന്താണ്? ആ, അതിന് നല്ല ലൈക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. വി ആർ അറ്റ് ഹെവൻലി പ്ലേസ്, ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ, അൺവൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട പോസ്റ്റിന് നല്ല കമന്റ്സും വരുന്നുണ്ട്. അവർക്കറിയില്ലല്ലോ നമ്മൾ മീൻ പോലും കിട്ടാതെ വെയിലും കൊണ്ട് ബോറടിച്ചിരിക്കുകയാണെന്ന്. എനിക്ക് തോന്നുന്നതേ ഈ കായലിലെ മീനൊക്കെ ഏതോ കല്യാണത്തിന് അങ്ങനെ പോയിരിക്കുകയാണ്. ഡേയ് നീയേ ഈ കമ്പ് കുറച്ച് നേരം പിടിക്കുമോ? എൻ്റെ പെടലി വല്ലാണ്ട് വേദനിക്കുന്നു. എന്നിട്ട് വേണം എന്റെ പെടലിൽ തിരിയാൻ. നീ ആ സാം ഇരിക്കണ നോക്കിയേ, എത്ര നേരയോ ഒരേ ഇരിപ്പിരിക്കണ്. കണ്ട, ഇതൊക്കെ കണ്ടു പഠിക്ക്. നടുവിന് വല്ല പിടുത്തോണ്ട് ഇവിടെ എഴുന്നേറ്റ വെട്ടുമല്ലോ എന്ന് കരുതി ഇരിക്കണത്. നമുക്ക് തിരിച്ചു പോയാലോ? അതെ, അതായിരിക്കും നല്ലത്. ഇനി ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം ഇവിടെ ഇരുന്ന് കരിയാതെ നമുക്ക് സ്ഥലം വിട്ടാലോ? പക്ഷേ നമ്മൾ ഇൻസ്റ്റയിൽ ഫോട്ടോ ഒക്കെ ഇട്ട സ്ഥിതിക്ക് ഒരു മീനെ പോലും കിട്ടില്ല എന്ന് പറഞ്ഞ നാണക്കേടല്ലേ? അതിനൊരു വഴിയുണ്ട്. ആ, നമ്മൾ പോണ വഴിക്ക് ഒരു മീൻകാരന്റെ അടുത്ത് കയറി 2 മീനെ വാങ്ങിച്ച് ചൂണ്ടയിലിട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റയിലിടാം. അടിപൊളി. അതൊക്കെ കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അതൊക്കെ കടലിൽ പോയി മീൻ പിടിക്കുന്നവർക്ക് മനസ്സിലാവും. സാധാരണക്കാരന് അങ്ങനെ കഴിവൊന്നുമില്ല. എന്നാ ശരി. അല്ല, ഇതിപ്പോൾ എന്തായാലും പാളി. അടുത്ത പ്ലാൻ എന്താണ്? അതെങ്കിലും ബോറിംഗ് അല്ലാതെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. അത്രേ ഉള്ളൂ. ഞാൻ ഒരു ഐഡിയ പറയാം. എന്താണോ? പറയട്ടെ. അവി, ഇന്നത്തെ ദിവസം ബോറിംഗ് ആയിരുന്നു എന്നുള്ള അവരോട് പറയാൻ നിൽക്കണ്ട, ഓക്കെ? എൻ്റെ മോൻ കാണുമ്പോൾ തന്നെ ഒരു കാര്യം പിടി കിട്ടും. ഈ മുഖമൊക്കെ ഒന്ന് എനർജറ്റിക് ആയിട്ട് പിടിക്കേ.
ഇന്ന് കാലത്ത് നമ്മൾ ഫുൾ നമ്പർ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി, എന്നിട്ട് നമ്മുടെ ഡേ കൊള്ളായി എന്ന് പറയുന്ന നാണക്കേടാ. ശരിയാ, ഇത് പറഞ്ഞതിനെ വെറുതെ അവരെ സന്തോഷിപ്പിക്കുന്നത്. ആ അങ്ങനെ വിചാരിച്ചാലും മതി. ഈ മീനിന്റെ ഫുഡിന് എന്ത് മണമാണ്? ആണോ? ആ ഇതിന്റെ മണം തന്നെയാണ്. എന്നിട്ട് ആ കാറ്റടിച്ചിട്ട് മീൻ ചാടി. എനിക്ക് വയ്യ. എന്തല്ലേ എന്താണ് എവിടെയായിരുന്നു മൂന്നുപേരും? ഇൻസ്റ്റയിലെ വിശേഷങ്ങളൊന്നും കണ്ടില്ലാന്ന് തോന്നുന്നു. വൈകുന്നേരം വരെ മീൻ പിടുത്തായിരുന്നോ? അതെന്താന്നറിയാ മീനു, ഫിഷിങ് നിർത്താൻ തോന്നണ്ടേ? എന്ത് രസമുള്ള സ്ഥലമായിരുന്നു അല്ലടാ, അല്ലേ സാർ? ആ പിന്നെ വല്ലാത്തൊരു അനുഭവമായിരുന്നു, ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. പെടലി ഇവിടെ കാലം ഞാനും മറക്കില്ല. അല്ല, നിങ്ങളല്ലേ ഫ്രണ്ടിന്റെ വീട്ടിൽ ലഞ്ചിന് പോവാന്ന് പറഞ്ഞിട്ട്? ആ ഞങ്ങള് പോയി, ലഞ്ചിന് പോയി. പക്ഷെ ഫുഡ് കൊള്ളില്ലായിരുന്നു, അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വേറെ റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ച്. നല്ല നല്ല റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് നിങ്ങൾ അടിച്ചു പൊളിച്ചല്ലേ? പിന്നെ അല്ല, ഇന്നത്തെ ദിവസം വെറുതെ അടിപൊളിയായിരുന്നു. എന്നിട്ട് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ. ക്ഷീണം ഉണ്ടാവില്ലേ, പിന്നെ എനർജി ഫുള്ള് പോയില്ലേ. ഭയങ്കര എനർജി ആയിരുന്നു. രൺവീർ സിംഗ് ആയിരുന്നു, രൺവീർ സിംഗ്. അതുകൊണ്ട് ഫുൾ എനർജിയും പോയി. പിന്നെ ഫുഡും കൂടി കഴിച്ചപ്പോ ഞങ്ങള് Flying ഭൂമിയിലൊന്നും ആയിരുന്നു, അല്ലായിരുന്നു. flying. ഇങ്ങനെ അതെ, ഞങ്ങളാ ശരിക്കും തകർത്തത്. സാം ഒരു മീനിനെ പിടിക്കും, ഞാനത് അടുത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് കറിയാക്കും. അപ്പോഴേക്കും ടിയേജ് വേറെ മീനിനെ പിടിക്കും, ഞാനത് അടുത്ത വീട്ടിൽ കൊണ്ടുപോയി കറിയാക്കും. അങ്ങനെ ഓരോരോ മീനായിട്ടാണ് കറി വെച്ചത്. അങ്ങനെയല്ല, ഓരോ മീനായിട്ടാണ് ചട്ടിയിൽ ഇട്ടുകൊണ്ടിരുന്നത്. കറി വെച്ച് കൊണ്ടുവന്നപ്പോ എല്ലാവരും ഒരുമിച്ചായല്ലേ? ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എന്റെ രുചി ഇപ്പോഴും നാവുന്ന പോയിട്ടില്ല കണ്ടാ. മുള്ളു വല്ലൊരിപ്പുണ്ട തൊണ്ടയിൽ കുടുങ്ങി. അതിന് മുള്ളില്ലാത്ത മീൻ നോക്കിയല്ലേ ഞങ്ങൾ പിടിച്ചത്. അതെങ്ങനെയും മുള്ളില്ലാത്ത മീനെ പിടിക്കുന്ന? അത് സാം മീനെ പിടിക്കുമ്പോ ഡിഐജിയുടെ അടുത്ത് ചോദിക്കും ഈ ഫിഷിന് മുള്ളുണ്ടോ ഇല്ലേന്ന്. അപ്പൊ ഡിഐജി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും എനിക്കത് മുള്ളിലെ മനസ്സിലാവും. പിടിച്ചോന്ന്. ഡിഐജി മഹാപുല്യാട്ടാ ഫിഷിങ്ങില്. അതവിടെ ചെന്ന് 1.5 മണിക്കൂറിനാണ് എനിക്ക് മനസ്സിലായി സംഭവമാണെന്ന്. ശരിക്കും സമയത്തിന്റെ വില മനസ്സിലാക്കി ഇന്നാണ്. ഈ കൊച്ചു ജീവിതത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ എന്തൊക്കെയുണ്ടല്ലേ. അത് ഇന്നത്തെ സിനിമയിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരു സ്വപ്നത്തിന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ജീവിതം മറന്നുപോകും, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതം സംഭവബഹുലമാകും എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. പക്ഷെ എനിക്ക് എൻഡില് ഹീറോനെ കൊന്നത് ഒട്ടും ഇഷ്ടായില്ല. ആളെ കൊന്നോ? ആ നീ ഉറങ്ങല്ലായിരുന്നു, നീ കണ്ടില്ല? ഇനി നമ്മൾ ഒരുമിച്ച് ഔട്ടിങ്ങിന് പോയാൽ മതി. എന്താ അല്ല, ഞങ്ങള് മാത്രം ഇങ്ങനെ സന്തോഷിച്ചാ പോരല്ലോ. ഞങ്ങളും ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് സന്തോഷിക്കുന്നില്ല, ഇങ്ങനെ സന്തോഷിക്കാൻ ഇനി വയ്യ. അതാണ്. അല്ല, അപ്പൊ നാളെ വൈകിട്ട് എന്താ പരിപാടി? നാളെ